ഹായ് കൂട്ടുകാരെ, ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരമ്പലമാണ്. നായപെറ്റ അമ്പലം. പാലക്കാട് പല്ലശന എന്ന ഈ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെയുള്ള ഒഴിവുപാറ എന്ന സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പേരുപോലെ തന്നെ ഒഴിഞ്ഞ പാറ, ആരെയും അവിടെ കാണുന്നില്ല. ഞാൻ രാവിലെ നേരത്തെ തന്നെ അമ്പലമുകളിലേക്ക് പോവുകയാണ്. ഒരു ഭണ്ഡാരം കാണുന്നുണ്ട്. താഴെ തന്നെ കാളേശ്വരം ശിവക്ഷേത്രം. ശിവരാത്രിയാണ് ഇവിടെ പ്രധാനം. ശാന്തമായിട്ടാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. ആരുടെയും ഒരു ശല്യമില്ലാത്തതുപോലെ ധ്യാനത്തിലായിരിക്കാം. ഞാൻ ഈ പാറക്കെട്ടിന് മുകളിലൂടെ ഇങ്ങനെ നടന്നു. ഒരു കൈവരി വെച്ചിട്ടുണ്ട്, അതിൽ പിടിച്ചങ്ങനെ കയറി. സ്ലിപ്പാവുമോ എന്നൊരു ഭയം. പാറക്കെട്ടിൻ്റെ മുകളിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമതിലുകളുണ്ട്. നിറയെ മയിലുകളും തിത്തിരി പക്ഷികളെയും ഒക്കെ ഞാൻ കണ്ടു. അവ ഓടി മറഞ്ഞു എന്നെ കണ്ടപ്പോൾ. അവിടെ ഒരു കാടുണ്ട്. ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക്. ഈ ഒരു അമ്പലത്തിൻ്റെ മുറ്റത്തിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. ശാന്തമായ ഒരു അന്തരീക്ഷം. ഉദിച്ചു നിൽക്കുന്ന ചന്തക്കാരനായ സൂര്യൻ, മയിലുകളുടെ ശബ്ദം, ആഹാ എന്തൊരു ഭംഗിയാണെന്നോ. വൈകുന്നേരങ്ങളിൽ വരണം ഈ പാറക്കെട്ടിന് മുകളിൽ അങ്ങനെ ഇരിക്കാൻ. വീശിയടിക്കുന്ന ഈ വേനൽക്കാലത്തും ഈ കൊടും ചൂട്ടിലും വൈകുന്നേരം വീശിയടിക്കുന്നൊരു പാലക്കാടൻ കാറ്റുണ്ട്. അത് അനുഭവിക്കുക തന്നെ വേണം. ഞാൻ കോളേജ് വിട്ട് വരുമ്പോൾ അത് അനുഭവിച്ചിട്ടുണ്ട്. ഈ വഴിയാണ് കോളേജിലൊക്കെ പോകാറ്. നീണ്ടു കിടക്കുന്ന ഒരു ക്വാറി, വലിയൊരു സമുദ്രത്തിൻ്റെ ഉള്ളിൽ പതുങ്ങിക്കിടക്കുന്ന ഒരു നീലത്തിമിംഗലത്തിനെ പോലെ തോന്നിച്ചു. അങ്ങനെ ക്ഷേത്ര പരിസരത്ത് തന്നെ എത്തിച്ചേർന്നു. ഒരു വലിയ വേപ്പുണ്ട് മുന്നിൽ. അതിനൊരു തിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ ഇരുന്ന് കാറ്റ് കൊള്ളാം. ആഹാ, നീണ്ടുകിടക്കുന്ന ഈ പാറയിൽ ആളുകൾ നെല്ല് കാറ്റത്തിടുകയും വൈക്കോൽ ഉണക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. അതായത് നെല്ല് കാറ്റത്തിട്ട് ഉപേക്ഷിച്ചു പോയ ചണ്ട്. ഇതാ ശ്രീകോവിൽ, ഭഗവാൻ വാണരുളുന്ന ശ്രീകോവിൽ. ഞാൻ അവിടെ ഒന്ന് തൊഴുതു. അവിടെ കാണപ്പെടുന്ന പൂച്ചെടികളെയൊക്കെ ഒന്ന് ആസ്വദിച്ചു. ഉപദേവതകളൊക്കെ ഉണ്ട്. മൈക്ക് സെറ്റൊക്കെ കണ്ടു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ പാട്ട് വെക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ദൂരെ എവിടെയോ ഒരു നായ കുരയ്ക്കുന്ന ശബ്ദം. ആഹാ, നല്ല ഒരു അന്തരീക്ഷം. ആര്യവേപ്പിൻ്റെ ഒരു സുഖപ്രദമായ കാറ്റിങ്ങനെ തലോടിയെത്തി. ഞാൻ പാറ ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുകയില്ല. അത്രയ്ക്ക് പൊള്ളുന്ന വെയിലായിരിക്കും. അതിന് മുമ്പ് ഇറങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ഇറങ്ങി വന്നപ്പോഴാണ് ഇങ്ങനെ നെല്ലിൻ്റെ ചണ്ടൊക്കെ കണ്ടത്. നെല്ല് കാറ്റത്തിട്ട അവശിഷ്ടം. ദൂരെ കാണുന്നത് വൈക്കോൽ കൂനയാണ്. അങ്ങനെ ഞാൻ പാറക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് വരികയാണ്. അവിടെ നിറയെ നാഗതാളി ചെടികളുണ്ട്. പാലക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട പൂവാണ് നാഗതാളി. ഒരു കുട്ടിയെ പോലെയാണ് നാഗതാളിപ്പൂ. അതാ കാണുന്നു വരിവരിയായി ചെടികൾ. ആഹാ, ഇതിൻ്റെ വിത്താണ് ഞങ്ങൾ മാല കോർത്ത് കഴുത്തിലിട്ട് കളിക്കാറ്. ഇതിൻ്റെ പൂവിനെ കാണാൻ മനുഷ്യക്കുട്ടി തന്നെ. ഓണക്കാലമായാൽ മുറ്റത്ത് പൂവിടും ഇതിൻ്റെ പൂവ് കൊണ്ട്. ഇപ്പോൾ പൂക്കളൊന്നും പൂത്തിട്ടില്ല. പൂക്കുന്ന കാലത്ത് മറ്റൊരു വീഡിയോയിൽ ഇടുന്നതാണ്. ആഹാ, മയിലുകളുടെ കൂവൽ. എന്തൊരു ഭംഗിയാണെന്നോ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം. അങ്ങനെ ഞങ്ങൾ കൊല്ലങ്കോട്ടേക്കുള്ള യാത്രയിലാണിനി. കൊല്ലങ്കോട് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അത്രയ്ക്കും പ്രകൃതി സുന്ദരം തന്നെ. ആ ദൂരെ കാണുന്നതാണ് കേട്ടോ നെല്ലിയാമ്പതി മലനിരകൾ. നിറച്ച് കരിമ്പനകളുണ്ട്. മലനിരകൾ ഇങ്ങനെ നേരം വെളുത്തിട്ടും എണീക്കാൻ മടിച്ച് പുതപ്പിട്ട് മൂടി
ഉറങ്ങുന്ന പോലെ തോന്നി. ആഹാ, നെൽപ്പാടങ്ങളിലൊന്നും ഇപ്പോൾ നെല്ലില്ല. ഈ കടുത്ത വേനലിൽ അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. വളമൊക്കെ ഇട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ റോഡിലൂടെയാണ് ഞാൻ കോളേജിലേക്ക് പോയത്. കൊല്ലങ്കോട് ഇറങ്ങും, ബസ് ഇറങ്ങും. അവിടെ നിന്നും ചിറ്റൂരിലേക്കുള്ള SRT, BST തുടങ്ങിയ ബസ്സുകളിലേക്ക് കയറും. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഇടയ്ക്കൊക്കെ ഇതിയെ വരുന്നത്. ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ വീടുകൾ, പിന്നെ നീണ്ടു കിടക്കുന്ന നെൽപ്പാടങ്ങൾ. ഇതിനടുത്തായിട്ട് തന്നെ ഒരു രാജകൊട്ടാരമുണ്ട്. അവിടെയാണ് വടക്കൻ വീരഗാഥ എന്ന സിനിമ ഷൂട്ട് ചെയ്തത്. മാധവിയും മമ്മൂട്ടിയൊക്കെ തകർത്ത് അഭിനയിച്ച ആ പടം. അവിടെ ഇപ്പോൾ പ്രവേശനമില്ല. ഈ കുളത്തിൻ്റെ അടുത്താണ് ആ കൊട്ടാരം, രാജകൊട്ടാരം. അവിടെ ഒരു ദിവസം ആറാട്ടുത്സവം നടക്കും. അന്ന് ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കും. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കൊല്ലങ്കോട്ടേക്ക് പോവുകയാണ്. ഇവിടുത്തെ ധാരാളം സ്ഥലങ്ങൾ പിന്നീട് പരിചയപ്പെടുത്താം. വെള്ളരിമേടും അയ്യപ്പേട്ടൻ്റെ ചായക്കടയും ഒക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം നാടായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പിന്നീട് വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുടിലിടത്തോട്ടാണ് ഞാൻ പോകുന്നത്. അടുത്ത് കുടിലിടം. ആഹാ, ഈ കുടിലിടം വൈകുന്നേരങ്ങളിൽ ആളുകളെ കൊണ്ട് നിറയും. അത്രയ്ക്ക് കാറ്റാണിവിടെ. ഇതിൻ്റെ അടുത്താണ് എൻ്റെ ചേച്ചിയുടെ മോളുടെ വീട്. എവിടേക്കാണ് ഞാൻ പോകുന്നത്. പച്ച പുതച്ച് കിടക്കുന്ന താഴ്വരകൾ. ഇതാ ഈ ഒരു അമ്പലം അയ്യപ്പ ക്ഷേത്രമാണ്. കൊല്ലങ്കോട് ടൗണിൻ്റെ നടുക്കാണ് ഈ അയ്യപ്പ ക്ഷേത്രം. തൊട്ട് തന്നെ ഒരു കുളവുമുണ്ട്.